ഗുഡ് മോർണിംഗ്. അങ്ങനെ മഴയോട് കൂടിയിട്ട് പുതിയൊരു വീക്ക് സ്റ്റാർട്ടായി. പുതിയ പാത്രവും നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഞാൻ വിചാരിക്കുകയാണ് സ്റ്റീൽ പാത്രം മേടിക്കണം എന്ന്. കാരണം അവൻ്റെ കയ്യിലുള്ള എല്ലാ സ്നാക്ക് ബോക്സും പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ദോശ, ഇഡ്ഡലി ഇങ്ങനത്തെ സാധനമൊക്കെ വെക്കുമ്പോൾ ഫുള്ള് ചൂടാറിയിട്ട് വെക്കാനേ പറ്റത്തുള്ളൂ. ഇവനാണെങ്കിൽ ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ എന്തായാലും പുതിയ പാത്രത്തിൽ നമ്മുടെ ദോശയൊക്കെ പിച്ചിട്ടു. എന്നിട്ട് ചട്നി അടയ്ക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രം അറിയാം. എന്താണെന്ന് വെച്ചാൽ കയ്യിലാണ് ക്യാമറ പിടിച്ചിരിക്കുന്നത്. ട്രൈപോഡ് എടുത്ത് വെക്കാനും മടിയാണ്. അത് കാരണം പിന്നെ അവസാനം ഞാൻ അവനെ പുറത്തൊക്കെ ആക്കി അടച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഔദ്യോഗികമായി അദ്ദേഹത്തിൻ്റെ ആണെന്ന് ഉറപ്പുവരുത്താനായിട്ട് സ്റ്റിക്കറും അദ്ദേഹം തന്നെ ഒട്ടിച്ചിട്ടുമുണ്ട്. അപ്പോൾ അതെ, സ്നാക്ക് ബോക്സ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റാക്കി. അപ്പോൾ കുടിക്കാനുള്ള വെള്ളമൊക്കെ സെറ്റായപ്പോഴാണ് മൂപ്പർക്ക് കുറച്ചും കൂടി പണിയാനുണ്ട് എന്ന് പറഞ്ഞ് 2 കുത്തൊക്കെ കൊടുത്ത് എൻ്റേത് തന്നെയാണ് ഇതെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവൻ സ്കൂളിലൊക്കെ പോയി. ലഞ്ചിന് ഇന്ന് നല്ല ചോറാണ്. കുറേ ദിവസമായിട്ട് ഞാൻ ഈ ജയ അരി, നമ്മുടെ കുറുവാരിയിൽ തന്നെ കുറച്ച് നീളമുള്ള ജയ അരി മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറുവാരി ചോറാണ്. പിന്നെ മുട്ട വറുത്തത്, നല്ല വെണ്ടയ്ക്കയും ചെറിയ ഉള്ളി ഇട്ടിട്ടുള്ള തീയിലാണ്. കുറച്ച് കുറുകിയ ടെക്സ്ചറാണ്. പിന്നെ അതിലേക്ക് ഞാൻ ഇന്ന് നമ്മുടെ വൻപയർ തോരൻ വെച്ചു. പിന്നെ ഒരു നെയ്യപ്പുണ്ടായിരുന്നു, അത് സെറ്റാക്കി. അപ്പോൾ രണ്ടുപേരെയും പറഞ്ഞു വിട്ടു. അപ്പോൾ വീണ്ടും മഴയാണ്, ഈ ആഴ്ച മൊത്തം മഴയാണെന്നാണ് കേട്ടെ. അപ്പോൾ ഓക്കെ, ബൈ.